എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി നഗരസഭയ്ക്ക് ലഭിച്ച ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാലയം IRM-LP സ്കൂൾ, മലയാമ്പറമ്പ് സ്കൂളിൻ്റെ തിരുമുറ്റത്താണ്. അതിൻ്റെ പറയുന്ന നിൽക്കുന്ന ആളുകളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. കണ്ട, ഇട്ടൂപ്പേട്ടനുണ്ട്, വെസ്റ്റേൺ ഹീറോസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ചേട്ടന്മാരുണ്ട്. വെസ്റ്റേൺ ഹീറോസ് ക്ലബ്ബ്, അങ്ങനെ ഒരു ക്ലബ്ബുണ്ട്, വെസ്റ്റേൺ ഹീറോസ്. ഇതൊരു കിടിലൻ പേരാണ്, പടിഞ്ഞാറൻ നായകന്മാർ. ശരിക്കും പറഞ്ഞാൽ ചാലക്കുടി നഗരസഭയുടെ ഒരു കരുത്തും ചാലക്കുടി നഗരസഭയുടെ പ്രൗഢിയും ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ പടിഞ്ഞാറൻ ഭാഗമാണ് ചാലക്കുടി നഗരസഭയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ ഹീറോസ്, വെസ്റ്റേൺ ഹീറോസ് എന്ന ക്ലബ്ബ് ഇന്നിവിടെ ക്യാരംസ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ്. ഈ ക്യാരംസ് ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളാണ്. നമ്മൾ ഈ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള കളിയാണ് ക്യാരംസ്. പക്ഷേ ഇന്ന് ആ കൂട്ടായ്മകളൊക്കെ പോയി. പാമ്പും കോണി, നൂറാങ്കോല്, ഇതൊക്കെ പോയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന രാസലഹരിക്ക് പിന്നാലൊക്കെ കുട്ടികൾ പോയി അവർ പടുകുഴിയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഈ വെസ്റ്റേൺ ഹീറോസ് നടത്തുന്ന ഈ ക്യാരംസ് ടൂർണമെൻറ്റിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ കളികൾ ഈ സ്കൂളിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു ക്യാരംസ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാനുള്ള കാരണം, അതുപോലെ ഈ വെസ്റ്റേൺ ഹീറോസ് ക്ലബിനെ പറ്റിയും നമ്മുടെ ഭാരവാഹികളായിട്ടുള്ള ചേട്ടന്മാർ പറയുന്നുണ്ട്. അവരോട് നമുക്ക് ചോദിച്ചറിയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചാലക്കുടിയെ സംബന്ധിച്ച് ഏറ്റവും പഴയ കാലത്ത് ആരംഭിച്ച ഒരു ക്ലബ്ബാണ് ഈ വെസ്റ്റേൺ ഹീറോസ് ക്ലബ്ബ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊക്കെ ഒരു കുട്ടിക്കാലങ്ങളിലൊക്കെ കളിച്ചു വളർന്നത് ഈ ക്ലബ്ബിലൂടെയാണ്. വളരെ യശസ്വി ഉയർത്തിയ ഫുട്ബോൾ, ക്യാരംസ്, ചെസ്സ് തുടങ്ങി എല്ലാവിധ ആക്ടിവിറ്റീസും, അതെന്ന് പറഞ്ഞാൽ കായികമായ എല്ലാ മത്സരങ്ങളിലും ഇവിടുന്ന് നല്ലൊരു ടീം തന്നെ പോയി, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ടീമുകൾ പോയി പങ്കെടുത്തൊരു കാലഘട്ടം, നല്ലൊരു കാലഘട്ടം നമ്മുടെ ക്ലബ്ബിനുണ്ടായിരുന്നു. പിൻകാലത്ത് കുറേ കഴിഞ്ഞ് അതിന് ചെറിയ ശോധനാവസ്ഥ വന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ക്യാരംസ് ടൂർണമെൻറ്റിലൂടെ ആരംഭിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ക്ലബിൻ്റെ നെടുന്തൂണായിരുന്ന പള്ളായി തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്കുണ്ടായിരുന്നു. ആ വ്യക്തി ഇന്ന് നമ്മളിൽ നിന്നും കാലം ചെയ്തു പോയി. ആ വ്യക്തിയുടെ നമ്മളോടുള്ള സമീപനം, ക്യാരംസിനോടുള്ള ആത്മാർത്ഥത, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഈ ക്ലബിൻ്റെ ഒരു പ്രാഥമിക പരിപാടി എന്ന രീതിയിൽ ഏറ്റവും ആദ്യം നടത്താൻ പറ്റിയത് നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയ തോമാസേൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് തന്നെ ആവണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് ആലോചിക്കുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ ആദ്യത്തെ പരിപാടി തന്നെ ആ ക്യാരംസ് പള്ളായി തോമസേട്ടൻ മെമ്മോറിയൽ ആവട്ടെ എന്ന് തീരുമാനിച്ച് ക്യാരംസ് ജില്ലാതല ക്യാരംസ് ടൂർണമെൻറ്റ്, സ്റ്റേറ്റ് പ്ലെയേഴ്സ് ഉൾപ്പെടെ നാഷണൽ പ്ലെയേഴ്സ് ഉൾപ്പെടെ വിന്നർമാർ വന്ന് കളിക്കുന്ന വളരെ ബൃഹത്തായ ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ എത്ര ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്? ഇപ്പോൾ ഓൾറെഡി 32 ടീം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ചാലക്കുടിയിൽ നിന്നും ഒരു 8 ടീം പങ്കെടുക്കുന്നുണ്ട്. ചാലക്കുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ചാലക്കുടി പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് 8 ടീം പങ്കെടുക്കുന്നുണ്ട്. വനിതകൾ ഉൾപ്പെടെ 2 വനിതാ ടീം ഉൾപ്പെടെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലും തൃശ്ശൂർ, കണിമംഗലം, അയ്യന്തോള്, കുറ്റുമുക്ക്, പിന്നെ ഒറ്റപ്പാലം, അങ്ങനെ അവിടെ നിന്നുള്ള ടീമുകളൊക്കെയാണ് പിന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ പ്രൊഫഷണൽ കളിക്കാരാണ്. നമ്മളുടെ ഇവിടെ ലോക്കൽ പങ്കെടുത്ത വനിതാ ടീം ഉൾപ്പെടെ പ്രൊഫഷണൽ താരങ്ങളാണ് എന്നുള്ളതും കൂടെ ഇത്തരത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഈ ഒരു ക്യാരംസ് കളി നടത്തിയപ്പോൾ തന്നെ അതിന് പങ്കെടുത്തവരുടെ ആവേശം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൻ്റെ സംഘാടകർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് അവർക്കുണ്ടായ മാനസികമായ സന്തോഷം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പണ്ട് ചീട്ടുകളി മത്സരം ടൂർണമെന്റ് സംഘടിപ്പിച്ചല്ലോ. ഇതിന് മുമ്പ് ഒരു ചീട്ടുകളി മത്സരം നടത്തിയിരുന്നു. 112 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് കളി നടത്തി. അപ്പോൾ ഇത്രയും ഈ പഴയ കായിക വിനോദങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഈ അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് നമ്മുടെ ഈ നന്മലഹരിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തലമുറ രാസലഹരിയുടെ പിറകെ പോവുകയാണ് ചെയ്യണേ. അവർക്ക് ആ പഴയ കാലഘട്ടത്തിൽ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിങ്കോലും, നൂറാങ്കോല്, സ്ലാങ്കളി, ഉണ്ടച്ചണ്ട കളി, അങ്ങനെ 100 കളികളുണ്ട്. ഈ കളികളിലൂടെ ഒന്നും ഇന്നത്തെ തലമുറയ്ക്ക് എത്താൻ പറ്റണില്ല. അവർ ഇൻഡിവിജ്വലായ ജീവിത രീതിയിലൂടെ പോവുകയും അവർ ചെന്നപ്പെടുന്ന സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും വളരെ മോശമായ അന്തരീക്ഷത്തിൽ പോവുകയും അവരെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ കഴിയുന്നില്ല. പണ്ടൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ അപ്പനമ്മയും നമ്മളെ ഉപദേശിക്കില്ല, തല്ലണ്ട. അതൊക്കെ നമ്മുടെ അയൽക്കത്തെ ഏതെങ്കിലും ചേട്ടന്മാർ കണ്ട്, അല്ലെങ്കിൽ ചേച്ചിമാർ കണ്ട്, അമ്മച്ചിമാർ കണ്ട് നമ്മളെ എന്തെങ്കിലും തല്ലിയാൽ തന്നെ അതിന് നമ്മുടെ കാരണന്മാർക്ക് ഒരു പരാതിയില്ല, നമുക്കൊരു പരാതിയില്ല, അവരുടെ സങ്കടമില്ല. അന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് മക്കളെ ഉപദേശിക്കാനോ മക്കളോട് ഒന്ന് ശിക്ഷിക്കാനോ പറ്റാത്ത അത്രയും ജീർണാവസ്ഥ പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ പഴയകാല വിനോദങ്ങളിൽ, പഴയകാല കായിക മത്സരങ്ങളിൽ പുറത്തെടുത്തുകൊണ്ട് വെസ്റ്റേൺ ഹീറോസ് അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. രാസലഹരിക്ക് എതിരെയാണ് ഇത്. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ മുഴുവനും ഈ ലഹരി ഉപയോഗിച്ച് അവർ വഴിതെറ്റി പോവുകയാണ്. അപ്പോൾ ഈ ക്ലബിനെ കൊണ്ട് സാധിക്കാവുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു കളിയിലേക്ക് സ്പിറ്റ് കാണിച്ച് നമ്മൾ അതിൻ്റെ അവരെ ആ ചിന്തയിൽ നിന്ന് മാറ്റാനുള്ളതാണ് ഞങ്ങളെ വലിയൊരു ലക്ഷ്യം. കാരണം ഈ കാലഘട്ടം അപ്പനേതാ, മോനേതാ, പെങ്ങളേതാ, ഭാര്യ ഏതാ ഒന്നും അറിയാതെ ഈ രാസലഹരി ഉപയോഗിച്ച് അബോധത്തിലായിട്ട് നാട്ടിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യാണ്. അതിനെ മറികടക്കാൻ ഞങ്ങളെ കൊച്ചി ക്ലബ്ബ് ചെറിയൊരു പരിപാടി സംഘടിപ്പിച്ച് ആ വഴിയൊന്ന് മാറ്റാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടി. ചാലക്കുടി നഗരസഭയുടെ നന്മ ലഹരി പദ്ധതിയുമായി സഹകരിച്ച് പടിഞ്ഞാറ് ചാലക്കുടി വെസ്റ്റേൺ ഹീറോ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്
ജില്ലാതല ക്യാരംസ് ഡബിൾസ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. IRM-LP സ്കൂളിൽ വെച്ച് നടത്തിയ പള്ളായി തോമസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനു വേണ്ടിയുള്ള ടൂർണമെൻറ്റ് MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വിൽസൺ മറ്റത്തി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായിരുന്നു. രക്ഷാധികാരി ഇട്ടു പൈനിക്കാടൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ KV പോൾ, മുനിസിപ്പൽ കൗൺസിലർ സുധാ ഭാസ്കരൻ, സെക്രട്ടറി റാഫി പുതുശ്ശേരി, ട്രഷറർ KSCG, KR ആൻഡോ, KB രതീഷ്, കുമാരി നീന എന്നിവർ പ്രസംഗിച്ചു. തീർച്ചയായിട്ടും വെസ്റ്റേൺ ഹീറോസ് ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തട്ടെ. ഈ നാടിൻ്റെ ഒരു നല്ല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ഈ വെസ്റ്റേൺ ഹീറോസിന് ക്ലബിന് സാധിക്കട്ടെ. കുട്ടികൾ ക്യാരംസ് കളിക്കട്ടെ, ചെസ്സ് കളിക്കട്ടെ, പാമ്പും കോണിയും കളിക്കട്ടെ, നൂറാങ്കോല് കളിക്കട്ടെ. അങ്ങനെ ഈ നാടിൻ്റെ സൗഹാർദ്ദത്തിലേക്ക് അവർ വരുമ്പോൾ ഈ ലഹരിയിൽ നിന്ന്, രാസലഹരി കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറ്റപ്പെടും. നല്ല സമൂഹം കെട്ടിപ്പടുക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അകത്ത് ക്യാരംസ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്.